ബാലചന്ദ്രൻ്റെ മുൻപിൽ തല കുനിച്ച് ഒടുവിൽ വൈജയന്തി. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് ബാലേന്ദ്രൻ പറയുകയാണ്, നീ എൻ്റെ ഭാര്യയല്ല എന്ന്. അതായത് വൈജയന്തിക്ക് ഇപ്പോൾ ഭയങ്കരമായ അഹങ്കാരം പിടിപെട്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. അതായത് നമ്മൾ വൈജയന്തിയാണെങ്കിൽ സ്റ്റാഫിനെ കൊണ്ടുവരുന്നുണ്ട്, കൂടാതെ തന്നെയാണെങ്കിൽ തൻ്റെ വീടാണെന്ന് മക്കളോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം മക്കൾക്കത്ര പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ. അതുകൊണ്ട് വൈജയന്തി കൊണ്ടുവന്ന വേലക്കാരിയുടെ ഭക്ഷണം കഴിക്കേണ്ട എന്ന് നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുകയാണ് എന്ന് കാണാൻ കഴിയും. ആ സമയം തന്നെ അവർ പപ്പയോട് ഈ കാര്യം പറയുന്നുണ്ട്. തുടർന്ന് ബാലേന്ദ്രനും മക്കളും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. വൈജയന്തി തടയുന്നു, ദേഷ്യപ്പെടുന്നു. ഒടുവിൽ നീ ആരാ എന്നെ തടയാൻ? നീയും ഞാനും തമ്മിൽ എന്ത് ബന്ധം എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. നീ വെറും ഭൂതമാണെന്നും എനിക്ക് നിന്നെ ഭാര്യയായി വേണ്ടെന്നും പറയുന്ന കേട്ട വൈജ പൊട്ടിക്കരയുന്നു.